വിവാദങ്ങൾ ഒരു താരം വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും പറയുന്നൊരു കാര്യം ഇവർ ബിഗ് ബോസിലേക്ക് സഞ്ചരിക്കുകയാണ് എന്നാണ്. കിച്ചുവിൻ്റെ കാര്യത്തിൽ, അതായത് രാഹുൽ ദാസ് എന്ന സുധിയുടെ മകൻ്റെ കാര്യത്തിലും ഇത് സത്യമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പ്രേക്ഷകർ പറയുന്നത് കിച്ചു ബിഗ് ബോസിലേക്ക് പോവുകയാണ് എന്നാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ അമ്മയുമായി നല്ല അടുപ്പത്തിലായിരുന്നു എന്ന തരത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്കെതിരെ തിരിയുന്നത് ബിഗ് ബോസിലേക്ക് പോകാനും വിവാദങ്ങൾ ഉണ്ടാക്കാനും എന്ന് പറയുകയാണ് പ്രേക്ഷകർ. രാഹുൽ ദാസ് എന്ന സുധിയുടെയും രേണുവിൻ്റെയും മകൻ ഇനി ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. അതിനുവേണ്ടിയാണോ മോനെ അമ്മയെ തള്ളിപ്പറയുന്നത്? ഇതാണ് പലരും ചോദിക്കുന്നത്. ബിഗ് ബോസിലേക്ക് കിച്ചു പോകുന്നു എന്ന് പലരും ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ബിഗ് ബോസിൽ പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കിച്ചുവിന് തുറന്നു പറയാനും സാധിക്കില്ല. ഒരുപക്ഷെ അതായിരിക്കാം കാരണമെന്നാണ് എല്ലാവരും കരുതുന്നത്. രേണുവിനെ കുറിച്ച് കിച്ചു പങ്കുവച്ച ഒരു വീഡിയോയിൽ കിച്ചു പറഞ്ഞ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ബിഗ് ബോസ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ അവസരം കിട്ടിയ ഒരാളാണ്. ആ ആളാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതായിരുന്നു കിച്ചു ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പലരും ഇത്തരം കാര്യം ഉറപ്പിച്ചു പറയുന്നത്. ബിഗ് ബോസ് ഷോയെ പൊക്കി പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കിച്ചു ചെയ്യുന്നത് ബിഗ് ബോസിലേക്കുള്ളൊരു എൻട്രി തന്നെയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. ബിഗ് ബോസിനെ കുറിച്ച് ഇത്തരത്തിൽ പരാമർശിച്ചിട്ടുള്ളവരൊക്കെ തന്നെയും പിന്നീട് ബിഗ് ബോസിലേക്ക് എത്തിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ അങ്ങനെ നമുക്ക് സംശയിക്കാൻ സാധിക്കും. ബിഗ് ബോസിലേക്ക് പോകുന്നവരൊക്കെ തന്നെയും സെലക്ഷൻ കിട്ടിയവരൊക്കെ തന്നെയും ഇത്തരത്തിൽ പറയാതെ മുൻപോട്ട് പോകണം. അതാണ് ആ TV ചാനലിൻ്റെ ഒരു റേറ്റിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. നിയമാനുസൃതമായി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ അതിൽ കയറുന്നതിൻ്റെ തലേ ദിവസം പോലും അല്ലെങ്കിൽ കയറുന്നതിന് തൊട്ട് മുൻപ് പോലും ആരോടും അത് പറയാൻ പാടില്ല എന്നതാണ്. ഇത് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എൻട്രി ക്യാൻസൽ ചെയ്യും. ഇത് പൊതുവെ പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. അതാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. കിച്ചുവിനെക്കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. കിച്ചുവിന് അമ്മയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കിച്ചുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം രേണുവിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. രേണുവിനെ കാണാൻ പോകാത്തത് എന്താണ്? രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും എന്താണ് കിച്ചു അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? മകൻ കൂടി സഹായിച്ചാൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനൊക്കെ പെട്ടെന്ന് പറ്റുമല്ലോ. കിച്ചു ഉള്ളത് ഋതപ്പന് കുറച്ചുകൂടി ആശ്വാസമാണല്ലോ. ഇങ്ങനെയാണ് പല കമന്റുകളും കിച്ചുവിനെ കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.